ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എഞ്ചിൻ വെള്ളം കണ്ടോ നമ്മൾ കരക്കേറ്റിട്ടിരിക്കുകയാണ്. ഇത്രയും വെള്ളമായി കരക്കേറ്റിട്ടിരിക്കുകയാണ്. അത് നമുക്ക് ഈ സമയത്ത് ഇത്രയും വെള്ളം നമുക്ക് ഉപകാരപ്രദമാണ്. കാര്യം എല്ലാം ആവശ്യമാണ്. നമ്മൾ കൂട് വെക്കാൻ പോവാണ്. നമ്മുടെ അനിയൻ്റെ വീടാണ്. അത്രമായി. നമ്മുടെ വീടും അതുപോലെ തന്നെ സമാനമാണ്. വെള്ളം നമുക്ക് പോയി കൂട് വെക്കാം. നല്ല മഴ വരുക. ഓലിയെല്ലാം ഇന്നലെ കാറ്റടിച്ച് എല്ലാം മറിഞ്ഞ് കയറിപ്പോയി. ഇത് നിറച്ച് വെള്ളമുണ്ട്, അതുകൊണ്ടാണ് പുതിയത് നമ്മൾ കെട്ടാഞ്ഞത്. വെള്ളം വേറെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് പുതിയത് കെട്ടാഞ്ഞത്. ഇനിയിപ്പോൾ പുതിയത് കെട്ടണം. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ പുതിയത് കെട്ടുക. ഇപ്പം നമ്മളെ അതിന് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടനാടും വഴികളും പരിചയമില്ലാത്തവർ ഒരു കാരണവശാലും അത് റോഡാണ് അല്ലെങ്കിൽ വഴിയാണ് എന്നും പറഞ്ഞിറങ്ങി നടക്കരുത്. കാര്യം കുട്ടനാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും റോഡിൻ്റെ സൈഡിലും വഴിയുടെ സൈഡിലും കുഴിയായിരിക്കും. അറിയാതെ കാല് വഴുതി കുഴി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും പരിചയമില്ലാത്ത വഴിയെ കൂടെ സഞ്ചരിക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കിതിനെയൊക്കെ അതിജീവിച്ചല്ലേ ഒക്കത്തുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ഈ ഒഴുകി പോകുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തിന്നെ കയറ്റിയിട്ടുണ്ട്. കുറച്ച് ടെറസിൻ്റെ മേളിൽ കയറ്റിയിട്ടുണ്ട്. എല്ലാം ഈ പരുവമായി, ഇത്രമായി. രണ്ടാമത്തെ സ്റ്റെപ്പ് മുങ്ങിയിരിക്കുകയാണ്. ഇനിയും ഈ വെള്ളം കൂടിയാൽ വലിയ താമസമില്ലാതെ തന്നെ നമ്മുടെ പരിക്കകത്തും കയറും. 2018 വെള്ളം ആ ജനലിൻ്റെ ഒരു കമ്പി, ആ താഴത്തെ കമ്പി ഉണ്ടോ, ആ താഴത്തെ കമ്പിയുടെ അവിടം വരെ 2018 വെള്ളം വന്നു. നമ്മൾ കൂട് വെക്കാൻ പോവുമായിരുന്നു. നമ്മൾ വലയൊക്കെ എടുത്ത് കരയ്ക്ക് വെച്ചിരിക്കുക. രാമൻ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങി അവന് അറിയാം വള്ളത്തെ കയറി ഉടനെ തന്നെ. വേണ്ടോ കയറിയിരിക്കുക. ഞാൻ ഇറക്കാം. അവിടെ നിൽക്ക്. ഇനി വാ. ഇവന് ഈ വെള്ളത്തിലോട്ട് ചാടും ഉടനെ തന്നെ നമ്മുടെ തിണ്ണയിലോട്ട് കയറും. തിണ്ണ മുഴുവൻ വെള്ളമാക്കിയിരിക്കുക. ഇനി വെള്ളത്തിൽ ഇറങ്ങിയാൽ അടി മേടിക്കും കേട്ടോ. പൊക്കോ. അപ്പൊ നമുക്ക് നേരെ പോയി കൂട് പോക്കാം. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. നമ്മള് കൂടിന്ന് ഇത്തവണ വെച്ചിരിക്കുന്നത് നമ്മളെല്ലാം പറമ്പിലാണ് വെച്ചിരിക്കുന്നത്. പറമ്പിൽ തന്നെ ഭയങ്കര വെള്ളമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിത് ആറ്റിലോട്ട് ഇറങ്ങി. പടിഞ്ഞാറ് നല്ല രാവിലെ ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് മൊത്തം മഴക്കാർ കയറി മൂടി കിടക്കുകയാണ്. എന്തായാലും ഇനി മഴ പെയ്യാതെ അതെ, നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തെ പറമ്പിലാണ്. ഈ പറമ്പിൽ തന്നെ ഇപ്പം ഞാൻ കൂട് എടുക്കാൻ നേരത്ത് കാണിച്ചില്ല അവിടുത്തെ വെള്ളം. വലയെല്ലാം പകുതി വിളവായതാണ്. എന്തായാലും നമുക്കതല്ലേ, ഇതിനെക്കാട്ടിലൊക്കെ എത്രയോ നഷ്ടങ്ങളാണ് വരുന്നത്. കോയ്ക്ക നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ പറമ്പിലാണ് വെച്ചിരിക്കുന്നത്. ആറ്റിക്കൂടെ വരുന്ന സർവ്വ വേസ്റ്റും നമ്മുടെ ഈ പറമ്പിലോട്ട് അടിച്ചു കയറും. ഇനി ഇത് വെള്ളമെല്ലാം ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇത് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ്. ഈ വഴി കൂടാണ് ഇപ്പോൾ പോകുന്നത്. മഴ തുടങ്ങി. എല്ലാം പോക്ക. നല്ല മഴയാ. ഉണ്ണി പറഞ്ഞു മഴ നല്ല കാലാവസ്ഥയാണെന്ന് പറഞ്ഞു. നമുക്കിതേ നമ്മളിറങ്ങുമ്പം മഴയില്ലായിരുന്നു, മഴയുടെ നല്ല കാലാവസ്ഥയായിരുന്നു. കൂടാണ്ട് ഒരെണ്ണം ഉണ്ട്. നമുക്ക് അങ്ങൊന്ന് പൊക്കി വരാം.
ടേബിളെ ഓല വീണ് കിടക്കുകയായിരുന്നു. ഇത് നമ്മുടെ ഒരു കൂടാ, പറമ്പിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാം വെള്ളം. അതെ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയാണ് കൂട് പൊക്കാൻ പോകുന്നത്. നമ്മുടെ കൂട് ഇവിടെ മുതലാണ് ഇരിക്കുന്നത്. നമുക്കത് പൊക്കാം. ചെറിയ ഒഴുക്കുണ്ട് അങ്ങോട്ട്. അപ്പോൾ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോയി. നല്ല ഒഴുക്കാണ്. വലയുണ്ടല്ലേ? ആ വല നമ്മൾ ഇങ്ങോട്ടൊക്കെ തീരെ സ്ലോയിലല്ലേ പോകുന്നത്. കണ്ടോ ഇവിടുത്തെ വെള്ളം കണ്ടോ? നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തെ വെള്ളമാണിത്. നമുക്ക് ആദ്യം ഒരു കൂട് പൊക്കാം, നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പരലാണ് കയറിയത്. എന്താ വെള്ളത്തിനകത്തില്ല അല്ലേ? ഇടത്തരം പരല ചെറിയത് പോട്ടെ. നമുക്ക് ഇതിനകത്തിട്ടില്ല. ഈ പറമ്പിൽ നമ്മൾ കയറ്റി കൂട് വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടൊരു കാരണവശാലും പൊങ്ങിയിരിക്കരുത്. പൊങ്ങിയിരുന്നാൽ ഇഴജന്തുക്കൾ കയറും. കൂട് മുങ്ങി തന്നെ ഇരിക്കണം. കാര്യം ഒത്തിരി അനുഭവങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ പറയാൻ കാര്യം. നമ്മൾ വല വെച്ച് കെട്ടുക. ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളത്തിലോട്ട് മുക്കും. ആ വെള്ളം മാറുകയും ചെയ്യും. പതിച്ചകാതിരിക്കും. ഈ കൂട് നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ നമ്മൾ വെക്കുക. ഒരു നന്തം കയറി കണ്ണിക്കട കയറി ചത്തു. ഈ കൂട് നമ്മൾ കെട്ടി ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ വെക്കുക. നമ്മൾ ഈ കൂടൊന്ന് നോക്കാം. ഇതിനകത്തും കുറച്ച് പരല്, ഒരു മുതുക്കില. ഇത് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ഈ കലത്തിലിടാവുന്നു. മഴ നിൽക്കുന്നില്ല, മഴ വീണ്ടും തുടങ്ങുക. ഇനി നമുക്ക് അടുത്ത കൂട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. എല്ലാം പറമ്പോ തൈയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത കൂട്. ചാടാൻ തുടങ്ങിയല്ലേ? നോക്കാം. ഇതിനകത്ത് പരല്, ഒരു ആരകനെ, പള്ളത്തി. നമ്മൾ 2 കലം കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് അത് വീണ്ടും ചാടുന്നുണ്ട്. ഇതിപ്പം വീട്ടിൽ കൊണ്ട് നമ്മുടെ വലിയ പാത്രത്തിൽ ഇടേണ്ട അവസ്ഥയാണ്.
നമ്മൾ ഇത് വെച്ചിട്ട് അടുത്ത കൂട് വെക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമുക്കിത് നോക്കാം. ഇതിനകത്തും പറല ഉണ്ടോ? പറലെപ്പോഴും നമുക്ക് ആവശ്യമാണല്ലോ. ഏതായാലും സ്റ്റോക്ക് ചെയ്യാം. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വലിയ പാത്രത്തിൽ ഇട്ടില്ലെങ്കിൽ അത് പോവും. ഈ കൂടൂടെ വെച്ചിട്ട് ഇല്ല നമുക്ക് മുന്നോട്ട് പോകാം. ഈ ബക്കറ്റും ഉണ്ടല്ലോ, ബക്കറ്റിനകത്തൂടെ കുറച്ച് ഇനിയും പൊക്കുമ്പം പറല കിട്ടുന്നതെങ്കിൽ ബക്കറ്റിനകത്തോട്ട് ഇടാം. എന്നിട്ട് എളുപ്പം വീട്ടിലേക്ക് പോകാം. പറല് തന്നെ ഒന്ന് രണ്ട് പറല് എൻ്റെ കണ്ണിക്കടയിൽ കൂടെ കയറിയിട്ടുണ്ട്. അത് രക്ഷപ്പെടത്തില്ല. മഴ കൂടി. രാവിലെ നമുക്ക് നല്ല കാലാവസ്ഥയെന്ന് പറഞ്ഞ് ഉടനെ തന്നെ മഴയും തുടങ്ങി. ചില്ലാനുണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. എന്താ വേണ്ട, ചില്ലാൻ ഇടയ്ക്കിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എടുക്കാൻ പോയതിൻ്റെ കൊമ്പ് കയ്യെ കൊണ്ടെങ്കിൽ ഇന്നത്തെ അല്ല, കുറേ ദിവസത്തേക്ക് പണിയാണ്. ഇവിടാണ് ഈ അടുത്ത കൂട്. ഇതൊന്ന് നോക്കാം. മീൻ ചാടുന്നുണ്ടോ? ഇതിനകത്തും പറല് തന്നെ. എന്തായാലും ഇനി നമുക്ക് പറല് വീട്ടിൽ കൊണ്ടിട്ടാതെ നടക്കത്തില്ല. വീട്ടിൽ കൊണ്ടിടാം. അത് ചാടുന്നില്ല, ഇച്ചിരി വെള്ളം ചരിച്ച്. അപ്പൊ ഇന്ന് നമുക്ക് കാര്യം വരാലും ഒന്നും കിട്ടിയില്ല ഇതുവരെയായിട്ട്. പറലായി. നമ്മൾ പറല് പള്ളത്തി ഒക്കെയാണ് ഇടുന്നത്. ഇപ്പോൾ പള്ളത്തി കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മൾ പറല് ആണ് ഇപ്പം കുത്തുന്നത്. നമ്മൾ ഈ കൂടെ വെച്ചിട്ട് പറല് വീട്ടിൽ കൊണ്ടിട്ടിട്ട് വീണ്ടും കാണാം. നമ്മൾ വലിയ പാത്രം എടുത്ത് നേരെ അതിനകത്തേക്ക് ഇടാം. ഇതിൻ്റെ പറല് മുഴുവൻ ചാടാൻ തുടങ്ങി. ഇതാണ് ഭയങ്കര വെള്ളം. എടുത്ത് വെള്ളത്തിലേക്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ മറിഞ്ഞു പോവും. കെട്ടി വെക്കുന്നു, മറിഞ്ഞ് അങ്ങ് കുഴിയിലോട്ട് പോവും. അതാണ് നമ്മൾ കെട്ടി വെക്കുന്നത്. അത് കുഴപ്പമില്ല. ഇതാണ് പറല് സ്റ്റോക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് പറലുണ്ട്. ഇതിനെ ആകുമ്പോൾ തീരെ ചെറിയ പറല്, നമുക്ക് ചൂണ്ട കുത്താൻ പറ്റാത്ത പറലൊക്കെ ഇതിന്റെ കണ്ണിക്കകത്തോട്ട് ഇറങ്ങിപ്പോകും. ഇല്ല, ഇത് നമ്മുടെ പറമ്പിലോട്ട് പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇത്രയും വെള്ളം.
ചാടുന്നുണ്ട്. പറല് ചാടിക്കൊണ്ടിരുന്നത് കണ്ടോ? ഇത് നമ്മുടെ ബക്കറ്റിനകത്ത് പറല് ചാടിപ്പോവും. അത് നമ്മളിട്ട് ഇതിനകത്ത് ഒരു ചില്ലാനുണ്ട്, എടുക്കാവെന്ന് നോക്കട്ടെ. ഇല്ല പോയി. ഇല്ല നമ്മൾ ഈ പറല് ഇതിൽ നിന്ന് എടുക്കുമ്പം ആ ചില്ലാൻ്റെ കൊമ്പ് കയ്യെ കൊള്ളും. അടുത്ത കലത്തിൽ നമുക്ക് കഴിച്ചിടാം. അത് ഇപ്പം ചാടാൻ തുടങ്ങും. വര മാറ്റിയാൽ ഉടനെ തന്നെ ചാടാൻ തുടങ്ങും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പറലായി കാണിക്കാം. ഇതിൻ്റെ അടിയിൽ നമ്മൾ ചരുവാണ് കെട്ടിയിരിക്കുന്നത്. ഇത്രയും പറലാണ്. പറ്റത്തില്ല. ഈ പരല് നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല ഒരു പരിക്കും പറ്റാത്ത പരല് വേണം ചൂണ്ടയിലോട്ട് കിട്ടാൻ, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് കത്തു പോകും. ശരി, ഇനി നമുക്ക് വീണ്ടും കാണാം. നമ്മൾ അപ്പുറത്ത് കൂടി പൊക്കാൻ പോവുക. നമുക്ക് കിട്ടിയ പരല് നമ്മൾ വലിയ പാത്രത്തിലേക്ക് മാറ്റി സേഫായിട്ടിട്ട് അടുത്ത കൂട് നമുക്കൊന്ന് പൊക്കാൻ പോവാം. വെള്ളം ഇത്രയും വെള്ളം, ഭയങ്കര വെള്ളം നല്ല കൂടുതലാണ്. ഇതും പരല് തന്നെ. പരല് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പം ചാടാൻ തുടങ്ങുന്നത്. ചാടാൻ തുടങ്ങി. നമുക്ക് ഈ കൂട് ഇവിടെ തന്നെ വെക്കുക. കൂടെല്ലാം പൊക്കി കഴിഞ്ഞ് വാഴയ്ക്കകത്തൊരു കൂട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴയാണ്, അതിനകത്തൊരു കൂട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ കയറി പോകുന്നത് എല്ലാ വാഴയും നമ്മുടെ കൊലച്ച് നിൽക്കുന്നത്. ഞാലിപ്പൂവനും പാളയംകുടനുമാണ്. ഇനിയിപ്പോൾ എന്നെ എടുക്കാൻ. എന്ത് ചെയ്യാനാണ്? ഇവിടാണ് വെച്ചിരിക്കുന്ന കൂട്. നമുക്ക് ഇറങ്ങി പൊക്കാം. ഓക്കെ, നോക്കാം. ഇന്നത്തൊരു ആരകൻ. അത് നമ്മുടെ വള്ളത്തെ ഇടാനൊക്കത്തില്ല, ചാടിപ്പോ. കീറിന് ആരകന്. ഈ പരലും ഉണ്ട്, പരലും ചത്തു പോകുന്നു. എന്തായാലും പരല് നമുക്ക് എങ്ങനെയെങ്കിലും എടുത്ത് വെക്കാം, ഇല്ലേ? നോക്കാം. ഇപ്പം എന്നെ എടുക്കാൻ നോക്കും. ആരകൻ കയറി അത്ര വലിയ ആരകനൊക്കെ അതിനൊക്കെ. ഇനി പറയുന്നത് പോകുന്ന പൊക്കോട്ടെന്നാണ് പറയുന്നത്. അതിലത് വേണ്ട. ഈ കൂടുമായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും.
അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടെല്ലാം നമ്മൾ പൊക്കി കഴിഞ്ഞ് ആദ്യം നമ്മൾ പരലെടുത്തത് നമ്മൾ കൊണ്ടുവന്ന് സേഫായിട്ട് ഇട്ട് കണ്ടോ, അതുപോലെ ഈ പരലും അതുപോലെ തന്നെ സേഫായിട്ട് ഇടും. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. ആണ്ട് ഇത് ചാടി, ഈ പരല് ചാടി പോവുക, സൂപ്പർ മഴയും വരിക. പിന്നെ ഇപ്പോൾ എത്ര എളുപ്പം നമുക്ക് വീട്ടിൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ.